ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം, വെട്ടൻ ന്യൂസ് ക്യാപ്സിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. രാജ്യത്ത് തന്നെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. പൊന്മുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈടെക് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീദേവി പ്രാക്കുന്ന് അധ്യക്ഷത വഹിച്ചു. 672 കോടി രൂപ ചെലവിലാണ് പുതിയ ഹൈടെക് കെട്ടിടം നിർമ്മിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അഭാവത്തിലാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ ശിലാസ്ഥാപന കർമ്മം നടത്തിയത്. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീദേവി പ്രാക്കുന്ന് അധ്യക്ഷത വഹിച്ചു. പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹാജറ കുണ്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി നിയാസ്, പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ സക്കീന മലപ്പുറം, പാലക്കാട് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പി എം അനിൽ, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേഷ് കുമാർ, വാർഡ് അംഗം സുബ്രഹ്മണ്യൻ, പൊന്മുണ്ടം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് വി അബ്ദുറഹ്മാൻ, PTA പ്രസിഡന്റ് ആർ അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളാശ്ശേരി പദ്ധതി അവതരണം നടത്തി. ഏറെക്കാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേഷ് കുമാറിന് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. 150 വർഷം പഴക്കമുള്ള സ്കൂൾ ഭൗതിക അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടുകയായിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് 1 ഏക്കർ സ്കൂളിനായി വാങ്ങിയെങ്കിലും ഭൂമി തരംമാറ്റൽ സാധ്യമാകാതെ കിടന്നു. തുടർന്ന് 2023 മണ്ണിട്ട് നികത്താനുള്ള അനുമതി ലഭ്യമായി. ഇതോടെയാണ് കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. വെട്ടൻ ന്യൂസ്, താനൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.